ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഉണ്ടായത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അമ്മാ സംഘടന പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ പ്രതികരിക്കുന്നില്ല. അപ്പം അമ്മാ സംഘടന പ്രതികരിക്കാത്തതിൻ്റെ കാരണം സിദ്ദിഖ് ഇതിന് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എടുത്തു ചാടി പ്രതികരിക്കേണ്ട ഒന്നല്ല, ഒരുപാട് ജാഗ്രത പുലർത്തിക്കൊണ്ട് മാത്രം, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു വിശദീകരണം നൽകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് തന്നെ അദ്ദേഹം പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടെ തന്നെയാണ് നമ്മളും അത് നോക്കിക്കണ്ടത്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം വന്ന് പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളും ഏറ്റവും മാന്യത പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്രയും നാൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഇമേജ് അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് അദ്ദേഹം ഇന്നലെ പങ്കുവച്ചതെന്ന് പറയുന്നത്. അതിനിടയിൽ ഇപ്പുറത്ത് തിലകൻ സാറിൻ്റെ മകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒരുപാട് പ്രശംസിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഇത് വെറുതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, അത് പോലീസ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളെ വിശ്വാസത്തിൽ എടുക്കും, അല്ലെങ്കിൽ അതിന് വല്ലാത്ത കാര്യഗൗരവം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള ഒരു മലക്കമറിച്ചിൽ, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്നലെ നടത്തിയെന്ന് പറയുന്നത്. അതായത് രേവതി എന്ന് പറയുന്ന സിനിമാ രംഗത്ത് നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള കാര്യം, തൻ്റെ ഈ പറയുന്ന കുഞ്ഞു പ്രായത്തിൽ തന്നെ സിദ്ദിഖിൽ നിന്ന് ഏർപ്പെട്ട ഏറ്റവും മാരകമായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള പീഡന പരാതിയാണ് മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ഒരാൾ കള്ളം പറയുന്ന സമയത്ത്, അതായത് എഴുതി നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് പഠിച്ച് എന്തെങ്കിലും കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കോമൺ സെൻസ് മതി. അതിലപ്പുറത്തേക്ക് ഈ പെൺകുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചുമ്മാതെ കേട്ട് പഠിച്ച് പറയുന്നത് പോലല്ല. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ, അതും ആ കുഞ്ഞു പ്രായത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇത് മുഖേന ഏൽക്കേണ്ടി വന്ന വല്ലാത്തൊരു ട്രോമ, അതിൽ നിന്ന് ഈ പുറത്തേക്ക് വരാൻ വേണ്ടി ആ പെൺകുട്ടി എടുത്ത ഒരു വല്ലാത്ത സമയം, അല്ലെങ്കിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ കുറേയധികം സന്തോഷങ്ങൾ, അവളുടെ ആ പറയുന്ന ആ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അവളുടെ ആരോഗ്യം, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ, അവളുടെ കരിയർ, ഇത് കുറേ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഒരു വേട്ടക്കാരൻ്റെ ഭയക്കുന്ന, അല്ലെങ്കിൽ അന്ന് ഭയപ്പെട്ട കൃത്യമായിട്ട് ഒരു ഇരയുടെ വ്യാകുലതകൾ തന്നെയാണ് കൃത്യമായിട്ട് ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലപ്പുറത്തേക്ക് തൊണ്ടയിടറിക്കൊണ്ട് അവൾ പറഞ്ഞ, കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് പലപ്പോഴും നിർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്ക് കേൾക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് എന്ത് വേദനയാണോ ഉണ്ടായത് അത് അതുപോലെ നമുക്ക് നെഞ്ചിലേൽക്കുന്ന പോലെ തരത്തിൽ തന്നെയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം, അല്ലെങ്കിൽ അതിന് മുന്നേയായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഭയങ്കര ആരാധനാ പത്രങ്ങളായിട്ട് കൊണ്ടു നടന്ന ഈ സിനിമയിലെ നായിക സങ്കല്പങ്ങളൊക്കെ തകർന്ന് ഉടയുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. തച്ചുടയുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് മിക്കപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് സിനിമാ ഫീൽഡിൽ ഏറ്റവും നായകന്മാരായിട്ട് ഈ പറയുന്ന നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ കുറേ ആരാധനാ കഥാപാത്രങ്ങളായി മാറിയിട്ടുള്ള ആൾക്കാരിൽ പകുതിയിലധികവും യഥാർത്ഥത്തിൽ വില്ലൻ റോളുകളാണ് ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളൊരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് ആരോപണം മാത്രമാണെന്ന് ഇപ്പോഴും സിനിമാ രംഗത്തുള്ള ചിലരെങ്കിലും പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് അതിലൊരു ഒരു വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത്. പക്ഷേ ജഗദീഷ്, അദ്ദേഹത്തിന് നമുക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും നല്ല രീതിക്ക് പ്രതികരിച്ചൊരു വ്യക്തിയാണ്. കാരണം യാതൊരു ഭയവും അദ്ദേഹത്തിൻ്റെ വാക്കുകളില്ല. എന്ത് വന്നാലും കൃത്യമായിട്ട് നേരിടും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്ന് അത്രയും പക്വതയുടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് ആ ഒരു തിളക്കം കാണാൻ പറ്റുമായിരുന്നു. അതായത് സത്യത്തിൻ്റെതായിട്ടുള്ള, നേർക്കാഴ്ചയുടേതായിട്ടുള്ള ഒരു കാര്യം. ബാക്കിയുള്ളവരൊക്കെ വരട്ടെ നോക്കാം, ഇത്തരത്തിൽ തന്നെ മാറിക്കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൃത്യമായിട്ട് സത്യത്തിൻ്റെതായിട്ടുള്ള ഒരു മുഴക്കം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. അത് അദ്ദേഹം ജീവിച്ച ജീവിതം, അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതമൊക്കെ പലരും എടുത്ത് നോക്കിയിട്ടുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തായിരുന്നു, ഒരു പ്രൊഫസറായിരുന്ന വ്യക്തിയാണ്. അപ്പം അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പക്വത വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ഇത്രയും നാൾ ആരാധിച്ചിരുന്ന പല ഈ സോഷ്യൽ മീഡിയയിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ചില ആൾക്കാരായ പോലും വന്ന് ഈ ഒരു കാര്യത്തിൽ എത്തുന്ന സമയത്ത് ഇതിനൊക്കെ ഈ പറയുന്ന എന്തോ ചെയ്യുന്നത്, മൊത്തത്തിലൊന്ന് നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എല്ലാത്തിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് എന്തൊക്കെയോ ആക്കി ഇവർ കാണിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് പുരുഷന്മാരെ മൊത്തത്തിൽ സ്ത്രീകളങ്ങ് കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരത്തിലൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലവരെങ്കിലും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. പക്ഷേ ഇതിൽ ഇരയാക്കപ്പെട്ട, കൃത്യത്തിൽ മുന്നോട്ട് വരാൻ പറ്റാത്ത കുറച്ചധികം ആൾക്കാരുണ്ട്. അതിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അധികാരം, പവർ കയ്യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മണി കൂടുതലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഈ സാധാരണ പെൺകുട്ടികൾ എത്ര വന്ന് ഉച്ചയുയർത്തിയാലും ഈ സമൂഹം അത് അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന തേച്ചൊട്ടിക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ പറയുന്ന ഇതൊരു കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണക്കാരായിട്ടുള്ള ഈ ആൾക്കാർ വലിയ വലിയ വക്കീലന്മാരെ വെച്ച് കാശെറിഞ്ഞ് ഈ പറയുന്ന ഇതിൻ്റെ സിറ്റിങ്ങും മറ്റു കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് ഈ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക്, സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് സിനിമ തന്നെ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് തൊഴിലില്ലായ്മയാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ആ സമയത്ത് അവർക്ക് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതെന്നേ ഉള്ളൂ.
ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഈ വിഷയം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. കുറേ ആൾക്കാർ ഇനിയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും, കുറേ മുഖങ്ങളൊക്കെ വലിച്ചു കീറപ്പെടും. ഇതിനകത്ത് ചിലപ്പോൾ കള്ളവും സത്യവും എല്ലാം കൂടി ചേർന്നായിരിക്കും പോകുന്നത്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു സത്യമായിട്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള അവസ്ഥയിൽ ചെന്ന് ചേരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമില്ല. കാര്യമായിട്ട് പറഞ്ഞാണ്, ഇവിടുത്തെ നിയമത്തിൽ വിശ്വാസമല്ല എന്നുള്ളതല്ല, ഇവിടെ ഇവിടെ ഇതൊക്കെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. നമുക്ക് പണ്ട് തൊട്ടേ അറിയാമല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിൽ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ 100-ൽ ഒരാൾ കാണാം എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ കിട്ടിപ്പോണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതിന് മുന്നേ ഈ ഒരു WCC സംഘടന രൂപീകരിക്കുന്നതിന് കാരണമാകുന്ന, അല്ലെങ്കിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കാരണമാകുന്നതായിട്ട് ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് സിനിമാ മേഖലയിൽ അത്രയും അധികം ഈ പറയുന്ന പീഡനം അനുഭവിച്ചൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് ശബ്ദമുയർത്തി മുന്നോട്ട് വന്നത്. പക്ഷേ അവൾക്ക് എത്രമാത്രം നീതി ഇതുവരെ മേടിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ്, ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് വർഷങ്ങളോളം കേസുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും, എല്ലാവരും മടുക്കും, അത്രയേ ഉള്ളൂ. കാരണം ഇവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും പലതവണ മാനം കെടേണ്ടതായി വരും ഈ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾക്ക്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, അങ്ങനെ വീണ്ടും 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 മാനം കെടാനായിട്ട്, ഒരിക്കൽ അങ്ങനെ മാനം കെട്ടതിൻ്റെ ആ ഒരു വില, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ട്രോമ എന്ന് പറയുന്നത്, അതിൽ നിന്ന് മാറാൻ ഒരുപാട് സമയമെടുത്തവരായിരിക്കും വരുമെന്ന് പറയുന്നത്. അപ്പം വീണ്ടും വീണ്ടും ആക്ഷേപിക്കപ്പെടുമ്പോൾ അതിന് തയ്യാറാവാൻ അവർക്ക് എന്താണ്, വീണ്ടും വീണ്ടും മാനം കെടാൻ വേണ്ടിയിട്ട് പോട്ടേന്ന് തന്നെ വെക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇതേ നടക്കുള്ളൂ ഇനി അങ്ങോട്ടും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും 4.5 വർഷത്തോളം പുറത്ത് വിടാതിരുന്നൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ മീഡിയകളെല്ലാം ഈ ഒരു വിഷയം മാത്രം വല്ലാത്ത രീതിക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഈ വിഷയം പുറത്ത് വരുന്നതിന് തൊട്ട് സെക്കൻഡുകൾക്ക് മുൻപ് മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം, അല്ലെങ്കിൽ അർജുനെ കാണാതായ വിഷയം, അതും അല്ലെങ്കിൽ വയനാട് ദുരന്തം, അതിൻ്റെ പുനരധിവാസം, അതിൻ്റെ ഫണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മുടെ പ്രധാന വിഷയം, ചർച്ചാ വിഷയം, നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ എവിടെ പോയി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം എന്തൊക്കെയോ ഒരു വിഷയത്തെ വലിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചർച്ച മുറുകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു ഇരയും വേട്ടക്കാരനും തമ്മിലൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് അതിലേക്ക് ഇങ്ങനെ എന്ത് പറയുന്നത് തോണ്ടിക്കേറി ഇങ്ങനെ അതിൻ്റെ പിറകെ നടക്കാനായിട്ട് വല്ലാതൊരു വ്യഗ്രത കാണും. ആ വിഷയം എന്ന് പറയുന്നത് വല്ലാത്ത വൈഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും തീരില്ല. കുറേ നാളത്തേക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ പിന്നാലെ ആയിരിക്കും മാധ്യമങ്ങളുടെ കണ്ണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ വിഷയങ്ങളിലേക്ക് ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വയനാട് ദുരന്തം ഇതിനേക്കാളും ഏറ്റവും വ്യാപകം. കാരണം ഈ പറയുന്നവർക്ക് നീതി വേണം, അല്ലെങ്കിൽ തുല്യത വേണം എന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. അത് നടപ്പിലാക്കി കൊടുക്കാൻ പതുക്കെ കൊണ്ടുപോകുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം ഏറ്റവും അർജൻറ്റായിട്ടുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത്, വയനാട്ടിൽ ആ ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ക്യാമ്പുകളിൽ അധിവസിക്കുന്ന കുറേയധികം പാവപ്പെട്ട ജന്മങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പുനരധിവാസം, അവരുടെ ഈ പറയുന്ന വാടക വീടുകളുടെ കണ്ടെത്തൽ, അവരുടെ ഇനിയുള്ള താമസ സ്ഥലങ്ങൾ കണ്ടെത്തൽ, അവരുടെ അവിടേക്കുള്ള വീട് പണി, അല്ലെങ്കിൽ ആ കുട്ടികളുടെ പഠനം, അവിടെ ഉള്ളവരുടെ ജീവിത സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ലോൺ ഇടപാടുകൾ, ഇതൊക്കെ നേരെ ആക്കിയെടുക്കേണ്ട, അല്ലെങ്കിൽ ആ ഫണ്ട് എവിടെ നിന്നൊക്കെ എത്ര വന്നു, ഇതെങ്ങനെയൊക്കെ ചിലവാക്കണം, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് മീഡിയ എത്രത്തോളം ഒരു വിഷയത്തെ കൊണ്ടുവരുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഭരണാധികാരികളുടെ കണ്ണ് തുറക്കുകയും അതിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ദിവസം നിങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നിരുന്ന ഈ ഉരുൾപൊട്ടലും ആ മനുഷ്യരുടെ കാര്യമൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോവുകയാണ്, മറഞ്ഞു പോവുകയാണ്. ഈ ഒറ്റ വിഷയം മാത്രം 24 മണിക്കൂർ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുക മാത്രം ചെയ്യണം. മറ്റു വിഷയങ്ങളൊക്കെ ചുമ്മാതെ അങ്ങും ഇങ്ങോട്ടും ചുമ്മാതെ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പം നമ്മുടെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഇതിനേക്കാളും ഒരുപക്ഷെ ഇതിനെ കുറച്ച് കാണിക്കുന്നതല്ല, ഈ വിഷയങ്ങളിൽ ഇടയാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. അത് ഈ പറയുന്ന വർഷങ്ങൾ നീണ്ടുപോകും, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്നൊക്കെ അവർ ഏകദേശം കരകയറി കഴിഞ്ഞൊരു കാര്യമാണ്. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസുമായിട്ട് നമ്മുടെ അല്ലാത്ത കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകലാണ്. പക്ഷേ ഇപ്പം മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇത് എത്രമാത്രം ശരി തെറ്റെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ പറയുന്ന വീടും കൂടും കൂടപ്പിറപ്പുകളെയും അമ്മയും അച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന കുറേയധികം ആൾക്കാർ അവിടെ കിടന്ന് ഉരുവുന്നുണ്ട്. അപ്പം അവരുടെ പുനരധിവാസം, നമ്മൾ ഈ പറയുന്ന നമ്മുടെ സുഖമായ ഒരു വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഫോണിൽ കൂടി നമ്മുടെ TV-യിൽ കൂടെ നമ്മൾ 3 നേരം സുഭിഷ്ടമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ ഒരു കൂട്ടർ അവിടെ കഴിയുന്നുണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കണം. അപ്പം മറക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ഭരണാധികാരികളുടെ മുന്നിലേക്കും ഈ ഒരു വിഷയം ആഞ്ഞെത്തണമെങ്കിൽ അതിന് മീഡിയ തന്നെ മുൻകൈയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ വിഷയത്തിന് 24 മണിക്കൂറും ഇത്രയും വലിയൊരു സംഭവം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വയനാട് ദുരന്തവും അതിൻ്റെ ഫണ്ടിങ്ങും പുനരധിവാസവും മറക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അർജുൻ്റെ വിഷയം, അതും അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് ഭയങ്കരമായിട്ട് വിഷയം, ചർച്ചാ വിഷയം ഒരുപാട്. നമുക്കറിയാം, കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയധികം മനുഷ്യത്വം ഉണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഉള്ള മനുഷ്യർ, ജാതി മതം വർഗം ഒന്നും നോക്കാതെ ഇത്രയും നല്ല മനുഷ്യർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി തന്ന ഒരു കമൻറ്റ് സെക്ഷൻ തന്നെയായിരുന്നു ആ വാർത്തകളുമായി ബന്ധപ്പെട്ടത്. അപ്പം പെട്ടെന്ന് ആ വിഷയമൊക്കെ മറഞ്ഞഴിച്ച് പോവുകയാണ്, അല്ലെങ്കിൽ മറക്കപ്പെടുകയാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ ആഞ്ഞടിച്ച് മുന്നിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അർജുൻ വിഷയം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ കുടുംബത്തിൽ അവൻ ജീവനോടെ ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ അവൻ ജീവനോടെ ഇരിപ്പില്ലെങ്കിൽ അത് ആവശ്യമുള്ള കാര്യമാണ്, അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവർക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരെ അതുമായിട്ട് പൊരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നെങ്കിലും അറിയാനുള്ള കൃത്യമായിട്ടുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അത് മനസ്സിലാക്കി കൊടുത്ത് അത് നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്, ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വയനാട് ദുരന്തം, ഇനി മുല്ലപ്പെരിയാർ ഇഷ്യൂ, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി പൊട്ടിക്കഴിഞ്ഞിട്ടല്ലോ പിന്നീട് അതിന് തീരുമാനം എടുക്കേണ്ടത്. ഡീകമ്മീഷനെങ്കിൽ ഡീകമ്മീഷൻ, അല്ലെങ്കിൽ അത് പുതിയൊരു ഡാമിൻ്റെ പ്രവർത്തനമാണെങ്കിൽ അതല്ലെങ്കിൽ വലിയ ടണൽ നിർമ്മിച്ചുകൊണ്ടോ മറ്റും തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വെള്ളം കൊടുത്തുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാലത്തോളം തടഞ്ഞു നിർത്താൻ പറ്റുമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഈ പറയുന്ന തമിഴ്നാടുമായിട്ടുള്ള ഒരു ചർച്ച, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ബോധവാന്മാരാകേണ്ട കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഡാമുകൾ പൊട്ടി ഈ ഇടയിൽ തന്നെ സംഭവിച്ചുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾ മുന്നേ മാധ്യമങ്ങൾ തന്നെ ഏറെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ഈ ഒരു വിഷയം കൊണ്ട് മാത്രം മൂടി വെക്കരുത്. അപ്പം മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഒരു വാർത്ത ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ മാത്രം പിന്താങ്ങിക്കൊണ്ട് 24 മണിക്കൂർ ആ വാർത്ത മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. ആ വാർത്ത കുറച്ചൊന്ന് അടങ്ങുന്ന സമയത്തേക്ക് അതിനെ പിന്നെ തുമ്പുമില്ല വാലുമില്ല ഒന്നുമില്ല, പിന്നെ അടുത്ത വിഷയം 24 മണിക്കൂർ. ഇതല്ലല്ലോ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. സമൂഹത്തിൽ നീതി കിട്ടേണ്ട ഈ പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും തത്തുല്യമായിട്ടുള്ള തുല്യത എല്ലാ വിഷയങ്ങൾക്കും ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിലൂടെ നൽകേണ്ടുള്ളത് മാധ്യമ പ്രവർത്തകരുടെ കടമ തന്നെയാണ്. അതായത് എല്ലാ മനുഷ്യരുടെ മുന്നിലേക്കും ഈ പറയുന്ന ലോകത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും എത്തിക്കുക എന്നുള്ളൊരു കാര്യം കടമയാണ് മാധ്യമ പ്രവർത്തനത്തിലൂടെ നടപ്പിലാക്കുന്നത്. ഈ താഴെത്തട്ടിലുള്ള നീതി കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇഷ്യൂസിനെ ഭരണാധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുക, അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നൊരു മാധ്യമധർമ്മം കൂടി അതിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഒരു വിഷയം മാത്രമല്ലല്ലോ, റേറ്റിങ്ങിന് വേണ്ടി മാത്രമല്ലല്ലോ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടതെന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതിലപ്പുറത്തേക്ക് അതിലൊരു ആത്മാർത്ഥതയുണ്ടല്ലോ. ഞാനൊരു ജേർണലിസ്റ്റാണ്, എൻ്റെത് മാധ്യമ പ്രവർത്തനം ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വഴിയിലൂടെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയണമല്ലോ. അതല്ലാതെ ഒരു ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ചാനലിൻ്റെ റേറ്റിങ്ങിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഏതൊരു വാർത്തയാണോ, പെണ്ണ് വിഷയമാണെങ്കിൽ അങ്ങനെ, പീഡനമാണെങ്കിൽ അത്, അങ്ങനെയല്ലല്ലോ നോക്കേണ്ടത്. ഈ പറയുന്ന സമൂഹത്തിന് നന്മയാക്കപ്പെടേണ്ട എല്ലാ വിഷയങ്ങളെയും പരിഗണിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ പരിഗണിച്ചാൽ മാത്രമേ ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ, ഭരണാധികാരികളുടെ മുന്നിലേക്ക് അത് കൃത്യമായിട്ട് എത്തുള്ളൂ. എന്നാൽ മാത്രമേ, ഇപ്പം ഒന്നും ഇല്ലാതായിപ്പോയ അവരുടെ കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു വിഷയം, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അവരുടെ വിഷയം കൂടി പരിഗണിക്കൂ എന്നുള്ളതാണ്. അപ്പം അതിന് മീഡിയ കണ്ണു തുറക്കേണ്ട ആവശ്യകത കൃത്യമായിട്ടുണ്ട്.